ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് Z5-ൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ കാണാൻ കഴിയുന്നില്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയുണ്ടായി. 799 രൂപയുടെ പാക്ക് എടുത്തവർക്കാണ് അധികവും ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുക, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സബ്സ്ക്രിപ്ഷൻ എടുത്തതൊക്കെ ഓക്കെയാണ്. 799 രൂപ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 799 രൂപയുടെ പ്ലാൻ ആക്റ്റീവാണ്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടും കളി കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ചില മെത്തേഡുകൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വർക്കിംഗ് ആവും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് റീഫ്രാഷ് ചെയ്താൽ മതി. അതായത് ഒന്ന് താഴോട്ട് വലിച്ച് ഒന്ന് മേലോട്ടാണ് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് റീഫ്രാഷ് ആകും. അതായത് ചില സമയത്ത് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവാൻ, അതായത് ആപ്ലിക്കേഷനിൽ ചില വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റീഫ്ലാഷിലൂടെ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കേണ്ടത് ഡേറ്റ് ആൻഡ് ടൈമാണ്. അതായത് നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഡേറ്റും ടൈമും ക്ലിയർ അല്ലേ എന്ന് നോക്കുക. അതായത് ശരിയായ ഡേറ്റിലും ടൈമിലുമല്ലേ നമ്മുടെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. അത് കറക്റ്റ് അല്ല എങ്കിൽ നമ്മുടെ ഈ ഒരു Z5-ൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിനകത്ത് വർക്കാവില്ല. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ മാത്രം വർക്കിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മളെ കൺട്രി ചേഞ്ച് ആയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വർക്കാവില്ല നമ്മുടെ ആ ഒരു ഫോണിൽ. ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമുക്ക് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗൗട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ലോഗൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യുക. ചില സമയത്ത് വല്ല ബഗ്ഗോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ആപ്ലിക്കേഷൻ വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലോഗൗട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് ശ്രമിച്ച് നോക്കുക. വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിനകത്ത് പോവുക. സെറ്റിങ്സിനകത്ത് പോയി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആപ്സ് എന്നത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ Z5-ൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. Z5-ൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ആൻഡ് യൂസേജ് അല്ലെങ്കിൽ സ്റ്റോറേജ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ക്യാച്ചും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റയും കാണാൻ വേണ്ടി സാധിക്കും. രണ്ടും നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക. വീണ്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വർക്കാവുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, Z5-ൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്ത് നിങ്ങളുടെ നമ്പർ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ലാസ്റ്റ് മെത്തേഡാണ് ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുക എന്നുള്ളത്. എന്നിട്ടും വർക്കാവുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഹെൽപ്പ് സെൻറ്റർ കാണാൻ വേണ്ടി സാധിക്കും. ഹെൽപ്പ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കസ്റ്റമർ സപ്പോർട്ടുമായി ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെട്ടിട്ടും നമുക്ക് സബ്സ്ക്രിപ്ഷൻ, അതായത് കളി കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വലിയ ടെക്നിക്കൽ ഇഷ്യൂ പ്രോബ്ലം കൊണ്ടാണ് നമുക്ക് കളി കാണാൻ കഴിയാത്തത് എങ്കിൽ അത് ഈ ഒരു ചാറ്റിങ്ങിലൂടെ അവരെ കസ്റ്റമർ ടീം നമുക്ക് പരിഹരിച്ച് തരുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് റീഫണ്ടിന് വേണ്ടി ഇതിലൂടെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും എല്ലാവർക്കും ബൈ.